ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമുക്കൊരു സദ്യ സ്പെഷ്യൽ പാലട ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം സൂരജിന്റെ അടയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. സ്റ്റൗവിന്റെ ഫ്ലെയിം ഓൺ ചെയ്തതിനു ശേഷം അതിലേക്ക് ഒരു പാത്രം വെക്കുക. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അട അതിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ചെറുതായിട്ട് കളറൊന്ന് മാറുന്നത് വരെ വറുത്തുകൊണ്ടേയിരിക്കുക. വറുത്തെടുത്ത അട വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അടയിട്ട് അടച്ച് കുറച്ചു നേരം വേകാനായിട്ട് വെക്കുക. അപ്പോൾ അട അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പ്രോസസ്സിംഗ് തുടങ്ങാം. ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം, അതായത് ഉരുളി ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഉരുളി അടുപ്പത്തേക്ക് വെക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ പഞ്ചസാര ഉരുകുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. പഞ്ചസാര ഉരുകി നിറം മാറുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. വെള്ളം ഒഴിക്കുന്നത് വേറൊന്നിനും അല്ല കേട്ടോ, പഞ്ചസാരയുടെ ചൂട് കുറയുന്നതിന് വേണ്ടിയാണ് കേട്ടോ, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1.5 ലിറ്റർ പാലൊഴിക്കുക. പാലൊഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ച് നെയ്യും കൂടി ഒഴിക്കണേ. നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ സമയത്ത് നമ്മുടെ അട വെന്തിട്ടുണ്ടാവും, അത് കഴുകി ഊറ്റി എടുക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അടയിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടാട്ടോ. ഇവിടെ ഞാൻ 250 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര ഇട്ടതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി അതിലേക്ക് ചേർക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഒരു സാമ്പിൾ പാക്കറ്റ് ബൂസ്റ്റ് കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തോളൂ. ബൂസ്റ്റ് ആരും ഉപയോഗിക്കാറില്ല, പക്ഷെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പാലട പായസം ഇവിടെ റെഡിയായി. ഇനി അടുത്ത വിഭവമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.